ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്താണ്? മദ്രാസ് IIT അടുത്തിടെ ഒരു മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി. അതിന്റെ പേരാണ് ഭാർ OS. ഭാരത് OS എന്ന് പഠിച്ചാൽ മതി. ഭാർ OS. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഭാർ OS. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ 1. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാനും ചൈനയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഡസ്റ്റ് ലിങ്ക്. മറക്കരുത്, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡസ്റ്റ് ലിങ്ക്. ഇനി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ. അത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. അത് ജപ്പാനുമായിട്ടുള്ളതാണ്. ജപ്പാൻ. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി പറയാം. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളത് സൈക്ലോൺ 1. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളത് ഡസ്റ്റ് ലിങ്ക്. ദെൻ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ളത് വരുണയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് വീർ ഗാർഡിയൻ 2023. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയായത് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ്. എവിടെയാണ്? നാഗ്പൂര്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV D2 എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? EOS-07, ജാനൂസ് 1, ആസാദിസാറ്റ് 2. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച 3 ചെറു ഉപഗ്രഹങ്ങളാണുള്ളത്. ഒന്ന് EOS-07, ജാനൂസ് 1, ആസാദിസാറ്റ് 2 എന്നിവയാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ആണ് ഇവ. ഏതാണ്? ഇവ. ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറ്. അടുത്ത ചോദ്യം, ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള അഭ്യാസമാണ് വീർ ഗാർഡിയൻ. ഈ വീർ ഗാർഡിയനിൽ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അവനി ചതുർവേദി. അപ്പൊ അവനി ചതുർവേദി ഏതാണ്? ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അവനി ചതുർവേദി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ദക്ഷിണ കൊറിയയുടേത് ധനൂരി. ഏതാണ്? ധനൂരി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹമാണ് ധനൂരി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം, ഇത് വ്യാഴവും ശനിയും കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കിയിലാണ്. സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്.
കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരള. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? ഡിജി കേരള. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത്? LMV-3 ആണ്. അതാണ് ഈ കാണുന്നത് LMV-3. LMV-3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് ആണ്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ആണ് LMV-3 എന്നത്. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലൻഡ്. ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ്? സ്കോട്ട്ലൻഡ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? സ്കൈ ഹോക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈ ഹോക്ക്. ദൗത്യ കാലാവധി പൂർത്തിയാക്കിയ 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ് 1. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ് 1. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ഏത്? അപ്പോക് ആണ്. അപ്പോക് ആംബുലൻസ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈ ഹോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ആണ് അപ്പോക്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ്. ജൂസ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, വ്യാഴത്തെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗീർ. 5ാമത്തെ അന്തർവാഹിനിയാണ് ഏത്? INS വാഗീർ. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്. GPS-നു ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ഏതാണ്? നാവിക ചിപ്പാണ്. GPS-നു ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക ചിപ്പ്. ഏതാണ്? നാവിക ചിപ്പ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ. ഇതിന്റെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഏതാണ്? സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നാസ ISRO ആ പേര് വെച്ചിട്ട് തന്നെ പഠിക്കാം. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ SpaceX അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത്? സ്റ്റാർഷിപ്പ് ആണ് പൊട്ടിത്തെറിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? കുവൈറ്റിലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു AI അവതാരകയാണ് ആര്? ഫെദ. ഈ ഫെദയെ സൃഷ്ടിച്ച രാജ്യം കുവൈത്ത് ആണ്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ? ബംഗളൂരുവിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഥനോള് ബംഗളൂരു ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് ബംഗളൂരു ആണ്. അടുത്തത്, ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ.
വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. 2023 മെയ്യില് സമുദ്രശക്തി 23 എന്ന പേരിൽ നാവികാഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? സമുദ്രശക്തി 23 എന്ന പേരില് നാവികാഭ്യാസം നടന്നത് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടന്നതാണ് സമുദ്രശക്തി 23. അടുത്തത്, സമുദ്രയാൻ മിഷന്റെ കീഴില് ഇന്ത്യൻ മഹാസമുദ്രം പര്യവേക്ഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേരാണ് ഈ കാണുന്ന മത്സ്യ 6000. എന്താണ്? സമുദ്രയാൻ മിഷന്റെ കീഴില് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പര്യവേക്ഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേരാണ് മത്സ്യ 6000. ഏതാണ്? മത്സ്യ 6000. അടുത്ത ചോദ്യം, ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 പ്രാവശ്യം ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്യണം. പല ആൾക്കാർക്കും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക, അതല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark II F-12. GSLV Mark II F-12. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക് ഓം. എന്താണ്? ജെംകോവാക് ഓം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ഏത്? ജെംകോവാക് ഓം എന്നത്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ബ്രിട്ടനിലെ ബ്ലിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽബർനാവി. സൗദി അറേബ്യക്കാരിയാണ്. ബഹിരാകാശത്ത് ആദ്യമായിട്ട് എത്തുന്ന വനിതയാണ് റയാന അൽബർനാവി. ആരാണ്? റയാന അൽബർനാവി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് ആരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ് ChatGPT. ഇതിന്റെ സൃഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. മറക്കരുത്, സാം ഓൾട്ട്മാൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി ഏതാണ്? വെർജിൻ ഗാലക്റ്റിക് ആണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്. എന്താണ്? വെർജിൻ ഗാലക്റ്റിക് എന്നത്. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ്. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം ലൂണ 25 ആണ്. ഇത് നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ച കറണ്ട് അഫയേഴ്സ് ആണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കീഴിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. എന്താണ്? ട്വിറ്ററിന് ബദലായിട്ട് മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഷുക്കു. അതാരാണ്? ചൈനയാണ്. മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ചത് ചൈന. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മ 5. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയത്തിന്റെ പേരാണ് ചെഷ്മ 5. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹമാണ് എയോലസ്. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹമാണ് എയോലസ്.
പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യമാണ് ഏത്? ഇന്ത്യ. അടുത്തത് ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ്. പി വീരമുത്തുവേല്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നത്. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നത്. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ്. ഡോക്ടർ പ്രദീപ് തലാപ്പില്. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമാണ് ഏത്? ഡോക്ടർ പ്രദീപ് തലാപ്പിന് കിട്ടിയ ഏനി അവാർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. വാർത്താ ചാനലായ ഒഡീഷ TV ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയില്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലണ്ടനിൽ ഓട്ടർമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന്റെ പേര് ബിയാട്രിസ് ആണ്. ഇതാണ് ബിയാട്രിസ്. ബിയാട്രിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? AI ടീച്ചറാണ്. ലണ്ടനിലെ ഓട്ടോർമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് വികസിപ്പിച്ചെടുത്തത്. ISROയുടെ ആദ്യത്തെ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ഏതാണ്? വ്യോമമിത്ര. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യമാണ് മത്തി. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യത്തിന്റെ പേരാണ് മത്തി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ താക്കോൽ ദ്വാര കീഹോൾ സർജറിയിലെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹൺടൺ ഉദുവാഡിയയാണ്. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹൺടൺ ഉദുവാഡിയ. iPhone 15 Pro 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. iPhone 15 Proയിലും 15 Pro Maxിലുമാണ് ഈ മോഡല് വികസിപ്പിച്ചിട്ടുള്ളത്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. ഏതാണ്? അമേസ് 28. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഇന്ത്യയാണ്. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമേത്? ഇസ്രായേലാണ്. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ചത് ഇസ്രായേലാണ്. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. എന്താണ്? ഇമോജൻ. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. അടുത്തത്, മോണിക്ക ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയാണ് ഏത്? മോണിക്ക ആൻ AI സ്റ്റോറി. എന്താണ്? മോണിക്ക ആൻ AI സ്റ്റോറി എന്നത്. ഓക്കെ, ഇനി SCERT നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ SCERT ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും
നമ്മുടെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്. SCERT സമഗ്രം സുന്ദരം എന്ന് പറഞ്ഞ കോഴ്സ് എടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോഴ്സ് അവൈലബിൾ ആകും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.